ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത പോലെ ഇന്ന് ഞാൻ ഈ ഒരു വിൻറ്റേജ് ജേണൽ സെറ്റ് യൂസ് ചെയ്തിട്ട് ഒരു ജേണലിംഗ് ആണ് ചെയ്യുന്നത്. ഈ ഒരു ജേണലിംഗ് കിറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ മുതൽ ഇത് യൂസ് ചെയ്തിട്ട് ജേണലിംഗ് ചെയ്യാൻ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എനിക്കാണെങ്കിൽ യൂട്യൂബിലേക്ക് ഇതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഞാനിത് യൂസ് ചെയ്തിട്ട് കുറച്ച് ജേണലിംഗ് ചെയ്തിട്ടുണ്ട്. നോർമലി ഞാൻ എപ്പോഴും പിൻട്രസ്റ്റിലൊക്കെ ഓരോ ഇൻസ്പിരേഷൻസ് നോക്കിയിട്ട് അത് റെഫർ ചെയ്തുകൊണ്ടാണ് ജേണലിംഗ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ ഒരു ജേണൽ ഞാൻ ഒരു ഐഡിയ ഇല്ലാതെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ജേണൽ കിറ്റിൽ നിന്ന് ഈ ഒരു നമ്പേഴ്സിൻ്റെ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു ജേണലിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ട്വീസേഴ്സ് ഉണ്ട്. സോ അത് യൂസ് ചെയ്തിട്ട് വീഡിയോ ഭംഗിയാക്കാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഈ ട്വീസർ യൂസ് ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് അത് തീരെ സഹകരിക്കുന്നുണ്ടായില്ല. പക്ഷേ എൻ്റെ മാക്സിമം ഞാൻ ചെയ്ത് നോക്കുന്നുണ്ട്. ആ ഒരു ടീസർ യൂസ് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ആ സ്റ്റിക്കറുകൾ എടുക്കാനും ഒട്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. ആക്ച്വലി നമ്മൾ ജേണലിംഗ് ചെയ്യുമ്പോൾ ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ പിൻട്രസ്റ്റ് നോക്കി അതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്യണം എന്നൊന്നും ഒരു റൂളും ഇല്ല. ജേണലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മെറ്റീരിയൽസ് തന്നെ വേണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ജേണലിംഗ് ചെയ്യാം. എൻ്റെ കയ്യിൽ ബിഗിനിങ്ങിൽ ഇതുപോലുള്ള ജേണൽ സപ്ലൈസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനും ബ്രൗൺ പേപ്പേഴ്സും നമുക്ക് കിട്ടുന്ന ടിക്കറ്റ്സ് അതുപോലെ യെല്ലോ കളറായിട്ടുള്ള റീഡിങ് നോട്ട് ബുക്സിൻ്റെ പേജസ് അതെല്ലാം യൂസ് ചെയ്തിട്ട് ജേണലിംഗ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് മൈൻഡിൽ വെക്കേണ്ട ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു പെർട്ടിക്കുലർ പ്രോസസ്സ് ഇല്ല. ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. എൻ്റെ കയ്യിൽ ആ മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ജേണലിംഗ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള അവൈലബിൾ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ജേണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് ഇതുപോലുള്ള ജേണൽ സപ്ലൈസ് ഒക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനിതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു ജേണൽ കിറ്റിൽ നമുക്ക് നോട്ട്ബുക്ക് മുതൽ എല്ലാ സപ്ലൈസും കിട്ടും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രോഡക്റ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ബാക്ക് ടു ദിസ് ജേണലിംഗ്, ഞാൻ ഇതിൽ റാൻഡം ആയിട്ട് അതിൽ നിന്ന് ഒരു കട്ടൗട്ട് പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ആണോ, ഏതൊക്കെ പ്രോഡക്റ്റ്സ് എവിടെയൊക്കെ വെക്കണം, എങ്ങനെ വെക്കണം, തിരിച്ച് വെക്കണോ മറിച്ച് വെക്കണോ, അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. ഏത് പിക്ചർ സെലക്ട് ചെയ്യണം, ഏത് എവിടെ ഒട്ടിക്കണം, അങ്ങനെയൊക്കെ ഞാൻ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ എല്ലാ കൺഫ്യൂഷൻ്റെയും അപ്പുറം നമ്മൾക്ക് ഈ ഒരു ജേണലിങ്ങിൻ്റെ ഔട്ട്പുട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു നോട്ട്ബുക്ക് ആക്ച്വലി A6 സൈസാണ്. ഇത് ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും സ്റ്റിക്ക് ചെയ്ത് നിറയ്ക്കണം എന്നില്ല. നമ്മൾ കൂടുതൽ റൈറ്റിങ്സ് എഴുതിയാൽ തന്നെ ഈ ഒരു ജേണലിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് പൊതുവേ ഒരുപാട് പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നന്നായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ജേണലിംഗ് ഒന്നും ഇഷ്ടമല്ല. എനിക്ക് പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ നല്ല മിനിമലായിട്ടുള്ള ആ ഒരു ജേണലിംഗ് ഒക്കെയാണ് ഇഷ്ടം. ഞാൻ ഈ ഒരു വീഡിയോയിലും മിനിമലായിട്ട് തന്നെയാണ് ജേണലിംഗ് ചെയ്തിട്ടുള്ളത്. അതുപോലെ എൻ്റെ ഒരു ജേണലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ആവശ്യമുള്ള പിക്ചേഴ്സും വാഷി ടേപ്പൊക്കെ വെച്ചിട്ട് ലേ ഔട്ട് ചെയ്യും. ലാസ്റ്റ് ആ ഒരു ബാക്കി എംപ്റ്റി സ്പേസസ് ഫുള്ള് റൈറ്റിങ്സ് വെച്ചിട്ടാണ് ജേണലിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിലും ഞാൻ ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം പിക്ചേഴ്സൊക്കെ ലേ ഔട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്, ബാക്കി പോർഷൻ ഫുള്ള് റൈറ്റിങ്സ് എഴുതി കൊടുക്കും. ചിലവർ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു പോർഷനിൽ കുറച്ച് ലേ ഔട്ട്സ് കൊടുക്കുന്നു, റൈറ്റിങ്സ് എഴുതുന്നു, പിന്നെ ലേ ഔട്ട്സ് കൊടുക്കുന്നു. ഞാൻ യൂഷ്വലി അങ്ങനെയല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. വൈറ്റ് ഡെസ്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു തോട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഈ ഒരു ജേണലിംഗ് വീഡിയോ തന്നെ ചെയ്യുന്നത്. പക്ഷേ ജേണലിംഗ് വീഡിയോയ്ക്ക് എന്ത് വോയിസ് ഓവർ കൊടുക്കണമെന്ന് എനിക്ക് തീരെ ഐഡിയ ഉണ്ടായില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ജേണലിങ്ങിനെ കുറിച്ച് തന്നെ ഒരു വോയിസ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ജേണലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്. എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ജേണലിങ്ങിനെ പറ്റി അറിയാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. 3 years ബാക്ക് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ കൂടുതലും ജേണലിംഗ് വീഡിയോസൊക്കെയാണ് അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. പക്ഷേ അതൊന്നും കാര്യമായിട്ട് നടന്നില്ല. ചാനലിൽ തുടങ്ങി ബ്രേക്ക് എടുത്തു, വീണ്ടും എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, വീണ്ടും ബ്രേക്ക് എടുക്കും. അങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ജേണി പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇനി എൻ്റെ ഈ ഒരു കണ്ടൻറ് ക്രിയേഷൻ ജേണി കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. തുടക്കത്തിൽ നമ്മളുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് ട്രൈപോഡ് ഇല്ലാതെ ഈ ഒരു ഓവർഹെഡ് വീഡിയോസ് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ എൻ്റെ സ്മോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലേക്കുള്ള കണ്ടൻറ്റും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈപോഡ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ
ആ ഒരു സ്മോൾ ബിസിനസ്സിലൂടെ കിട്ടിയ ഏർണിങ്സൊക്കെ വെച്ചിട്ടാണ് ഞാൻ എനിക്ക് വേണ്ട കുറേ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതെല്ലാം യൂസ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി എൻ്റെ സ്മോൾ ബിസിനസ്സിനെ പറ്റി അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, വേണ്ടവർ ചെക്ക് ചെയ്യുക. ആൻഡ് ഈ ഒരു ലേ ഔട്ടിംഗ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. ജേർണലിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ളത് എന്തും എഴുതാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ഡയറി പോലെ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ മൊമെൻറ്റ്സ് എന്ത് വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കുറച്ച് സംഭവങ്ങളാണ് എഴുതി കൊടുക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ക്യാമറയുടെ ആംഗിൾ പല തവണ മാറ്റിയിട്ടുണ്ട്. ഏത് ആംഗിളാണ് നല്ലത്, ഏത് ഷോട്ടാണ് നല്ലത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡെസ്കൊക്കെ കിട്ടി ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. സോ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക, അതുപോലെ സജഷൻസും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു ജേർണൽ സെറ്റ് യൂസ് ചെയ്തിട്ട് ഇനി ഇതുപോലത്തെ ജേർണലിംഗ് വീഡിയോസ് വേണോ എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഈ ഒരു ജേർണലിൽ ചെയ്ത ബാക്കി സ്പ്രെഡ്സ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഇൻസ്പിറേഷനായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.